എഴുത്തുകാരി MA ഷഹനാസ് തത്സമയം ഈ വിഷയവുമായി പ്രതികരിക്കാനായി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഷഹനാസ്, വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഈ ബംഗാളി നടിയുടെ ആരോപണത്തിന് ശേഷം അക്കാദമി ചെയർമാനെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഒരു വിഭാഗം ഇതിനെ ന്യായീകരിച്ച് രഞ്ജിത്തിന് അനുകൂലമായും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു ആരോപണവുമായി ഒരു നടി മുന്നോട്ട് വരികയാണ്. വെറും ഒരു സംവിധായകന് മേലെയല്ല ഇങ്ങനെ ഒരു ആരോപണം വരുന്നത്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാന് നേരെയാണ് ഇങ്ങനെ ഒരു ആരോപണം ഉയരുന്നത്. ശരിക്കും ഇത് രാജിവെച്ച് അന്വേഷണം നേരിടുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും അതിലെന്താണ് സംശയം? ഇന്നത്തെ ചർച്ചയിലുടനീളം പറയുന്നില്ലേ, ചലച്ചിത്ര മേഖലയിൽ തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് കമ്മിറ്റിയെ നിയോഗിക്കുന്നത് എന്ന് പറയുന്നു. 4.5 വർഷത്തോളം നീണ്ടിട്ട് ഒരു കമ്മിറ്റി പുറത്തു വരുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിൽ തന്നെ പല പേരുകളും അവ്യക്തമാണ്. അപ്പോഴും അതിന്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ പല ആളുകളും പറയുന്നു, എന്തുകൊണ്ട് ഇവർ നേരിട്ട് പരാതിപ്പെടുന്നില്ല എന്ന് പറയുന്നു. ഗവൺമെന്റ് അടക്കം പറയുന്നു. ആ സമയത്താണ് ഒരു മലയാളി പോലും അല്ലാത്ത ഒരു നടി വന്നിട്ട് അവർക്കുണ്ടായ മോശമായ അനുഭവം അവരുടെ മുഖം മറയ്ക്കാതെയോ പേര് മറച്ചു വെക്കാതെയോ വന്ന് പ്രതികരിക്കുന്നത്. അപ്പോഴും നമ്മുടെ എന്താ പറയാ, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നും പറയുന്നത് രഞ്ജിത്ത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. ഇപ്പൊ ഈ ഒരു 4 വർഷം എടുത്ത് ഗവൺമെന്റ് തന്നെ നിയോഗിച്ച കമ്മിറ്റി കൊണ്ടുവന്ന റിപ്പോർട്ടിന്റെ ബലത്തിൽ, അതിൽ ഉള്ള ഒരു ധൈര്യത്തിൽ സ്ത്രീകൾ ഒരു തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോൾ അതിനെ പോലും അംഗീകരിക്കാൻ ഈ ഗവൺമെന്റോ ഇവിടുത്തെ മന്ത്രിമാരോ തയ്യാറാവുന്നില്ല എങ്കിൽ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പ്രഹസനം? എന്തിനായിരുന്നു ഇങ്ങനെ ഒരു കമ്മിറ്റി? ഈ കമ്മിറ്റി കൊണ്ടുവന്ന ഒരുപാട് ആളുകൾ തുറന്നു പറയാൻ പേടിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഇടത്തിൽ നിന്ന് മലയാളി പോലും അല്ലാത്തൊരു യുവതി അവർക്കുണ്ടായ ബുദ്ധിമുട്ട്, അവരെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചു എന്നും അവരുടെ ശരീരഭാഗങ്ങളിൽ അനുവാദമില്ലാതെ തൊട്ടു എന്നും അത് അവർക്ക് വളരെ മാനസികമായ പ്രയാസം ഉണ്ടാക്കിയെന്ന് ഇപ്പൊ കുറച്ചു സമയം മുന്നേ അവർ കൊടുത്ത ഇന്റർവ്യൂവിൽ വരെ അവർ പറയുന്നുണ്ട്. അപ്പം കേസ് നടത്താൻ അവരെന്നെ ചോദിക്കുന്നുണ്ട്, കേസ് നടത്താൻ ഞാൻ അങ്ങോട്ട് ഇനി വരണോ എന്നും കൂടി ചോദിച്ചു വെക്കുന്നുണ്ട് ആ സ്ത്രീ. അപ്പോ അവരെ പോലെയുള്ള ഒരു അന്യഭാഷയിലുള്ള ഒരു നടി വേണ്ടി വന്നു രഞ്ജിത്തിനെ പോലെയുള്ള ഒരാളെ തുറന്നു കാണിക്കാൻ എന്നുള്ളതിലും ഒരു അത്ഭുതമുണ്ട്. കാരണം ബാക്കിയുള്ള ഇവിടെയുള്ള ആളുകൾ എന്തുകൊണ്ട് പ്രതികരിക്കാത്തത്? നമ്മുടെ നിയമ സംവിധാനം ഇങ്ങനെയാണ്. ഇങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് അനുഭവങ്ങൾ ഉണ്ടാവുന്നത് എന്ന് വ്യക്തമായ ബോധവും അനുഭവവും ഉള്ള ഒരു വ്യക്തി കൂടി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പലരും പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുമ്പോൾ പറഞ്ഞിട്ടുള്ളത്, എന്തുകൊണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോയിക്കൂടാ, എന്തുകൊണ്ട് ഇതും തുറന്നു പറഞ്ഞ് വന്നുകൂടാ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ഇന്ത്യയിൽ ഒരു 15 മിനിറ്റ് ലൈംഗിക താല്പര്യത്തോടു കൂടി ഒരു പെൺകുട്ടിയെ നോക്കിയാൽ സ്വമേധയാ കേസെടുക്കാൻ വകുപ്പുണ്ട് എന്ന് പറയുകയും, ഒരു സ്ത്രീ അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരെ മോശമായി പെരുമാറിയത് പറഞ്ഞാൽ സ്വമേധയാ കേസെടുക്കാൻ വകുപ്പുള്ളപ്പോഴും ഇതുപോലെയുള്ള ഗവൺമെന്റിന്റെ ആളുകളെ എന്തിനാണ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത്? അപ്പൊ അത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ടത്, ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് ഈ ചലച്ചിത്ര മേഖലയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ സുപ്രീം പദവിയിൽ ഇരിക്കുന്ന ആളാണ് ശ്രീ രഞ്ജിത്ത്. ചലച്ചിത്ര അക്കാദമിയിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളാണ് എന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ മദ്യപിച്ച് ലക്കും കെട്ടിയിരിക്കുന്ന ഒരു മനുഷ്യനെ വളരെ ഉന്നതരായ മഹത് വ്യക്തികളായ ആളുകൾ ഇരുന്ന സ്ഥലത്ത് ഇരുത്തിച്ചുകൊണ്ട് ഗവൺമെന്റ് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീകളോടും പെൺകുട്ടികളോടും ഒക്കെ അനാദരവ് കാണിക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ ഷഹനാസ്, ഇപ്പോൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ആരോപണവുമായി സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ അതിനെതിരായി തീരുമാനമെടുക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ തന്നെ ആരോപണ വിധേയനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടവർ സ്വമേധയാ വന്ന് പരാതിപ്പെടുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ലല്ലോ. കാരണം പരാതിപ്പെട്ടാലും ഇത്രയൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ളൊരു മെന്റാലിറ്റി നമുക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാവുകയല്ലേ? തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ സാഹിത്യ മേഖലയിൽ നിന്ന് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, VR സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരനാൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പരാതിപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്റെ ലൈഫിൽ ഇത്രയും കാലം വരെ എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് മാന്യമല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിഫമേഷൻ പോലുള്ള പലതരത്തിലുള്ള കേസുകളും ഒക്കെ എന്റെ പേരിലേക്ക് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വേട്ടക്കാരൻ ഇരയെ വീണ്ടും വീണ്ടും നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് നീതിയാണ് സ്ത്രീകൾക്ക് കിട്ടുന്നത് എന്ന് പ്രതികരിക്കാത്ത സ്ത്രീകൾ ചിന്തിക്കും. ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട്
സംസാരിച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് പുറത്ത് പറയാൻ പറ്റില്ല, അതല്ലെങ്കിൽ അവർക്ക് പിന്നെ കുടുംബത്തിന് പേടിയുണ്ട്, സൊസൈറ്റിയെ പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിക്കും എന്റെ മനസ്സ് ഒന്ന് തളർന്നു പോകുമ്പോൾ ഞാൻ എന്നെ പഠിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ പിന്നിലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എന്ന്. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സ്വഭാവഹത്യ നടത്തുന്നു. ഈ സൊസൈറ്റി എങ്ങനെയാണ് ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയെ കാണുന്നത് എന്ന് വളരെ വ്യക്തമായ ധാരണ. അതെ, അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. നമുക്ക്